ഫോസ്റ്റർ കെയറുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് റാംകോയുടെ എക്കോപ്ലാസ്റ്റ് സെൽഫ് ക്യൂറിംഗ് പ്ലാസ്റ്റർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സിമൻറ്റും എംസാൻഡും ഒക്കെ പല സ്ഥലത്തുനിന്ന് ഇറക്കി മിക്സ് ചെയ്ത് ഇതെല്ലാം കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് പ്ലാസ്റ്ററിങ് അഥവാ തേപ്പ് നടത്താനായിട്ട്. എന്നാൽ ഈ റാംകോയുടെ എക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ മെറ്റീരിയൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, അതിനകത്തേക്ക് വെള്ളം മാത്രം ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സാൻഡ് അഥവാ മാനുഫാക്ചറിങ് സാൻഡ് ഇത് കറക്റ്റ് റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ടാണ് കമ്പനി അത് ഇറക്കുന്നത്. അപ്പോൾ അതിനകത്ത് രണ്ട് തരത്തിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സീലിംഗ് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട്, തട്ട് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് 1:5 എന്ന റേഷ്യോയിലും നമ്മുടെ വോള് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് 1:6 എന്ന റേഷ്യോയിലും മിക്സ് ചെയ്തിട്ടാണ് അവർ ഈ രണ്ട് തരത്തിലുള്ള അല്ലെങ്കിൽ റൂഫിനുള്ളതും വോളിനുള്ളതും പ്രത്യേകമായിട്ട് ഇറക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണലായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ട് എംസാൻഡ് ഇറക്കും, നമ്മൾ സിമൻറ്റ് ഇറക്കും, അങ്ങനെ എല്ലാം സ്റ്റോക്ക് ചെയ്യാനുമൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 40 കിലോയുടെ ഒരു പാക്കറ്റായിട്ടാണ് വരുന്നത്. രണ്ടും കൂടെ മിക്സ് ചെയ്താണ് വരുന്നത്. പിന്നെ സാധാരണ ട്രഡീഷണലായിട്ടുള്ള പ്ലാസ്റ്ററിനെ അപേക്ഷിച്ച് ഇതിനുള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് ക്യൂർ ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ സെൽഫ് ക്യൂറിംഗ് ഉള്ള, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ലാത്ത ഒരു തരം പ്ലാസ്റ്ററാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഗുണം വേറൊരെണ്ണം കൂടെ ഉണ്ട്. അമേസിംഗ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് കൺട്രോളും കൂടി ഒന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഈ പ്ലാസ്റ്ററിൻ്റെ പ്രത്യേകത പെട്ടെന്ന് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് പെട്ടെന്നായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ക്യൂറിങ്ങിന് ടൈം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് നമുക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത്. പിന്നെ ഒരു ആവറേജ് വരുന്ന ഒരു 40 കിലോ ബാഗിന് ഏകദേശം 18 മുതൽ 20 സ്ക്വയർ ഫീറ്റ് ഏരിയ വരെ 12 mm തിക്നെസ്സിൽ നമുക്ക് ഐഡിയൽ കണ്ടീഷനിൽ ചെയ്യാൻ പറ്റും, പ്ലാസ്റ്റർ ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. അത് മാത്രമല്ല, ഇതേത് തരത്തിലുള്ള നമ്മുടെ AAC ബ്ലോക്കിലോ അല്ലെങ്കിൽ സാധാരണ ഇഷ്ടികയിലോ അല്ലെന്നുണ്ടെങ്കിൽ സോളിഡ് ബ്രിക്കിലോ ഏത് തരത്തിലുള്ള കട്ടയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലാസ്റ്റർ പിടിച്ചോളും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ സാധാരണ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ എംസാൻഡും സിമൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് കുറേ അധികം വെള്ളം ഒഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇതിനകത്തേക്ക് പ്ലാസ്റ്ററിങ് മിക്സ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇതിന് 40 കിലോയ്ക്ക് ഒരു 6 മുതൽ 7 ലിറ്റർ വരെ വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ റാംകോയുടെ എക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്ന മെറ്റീരിയലിനെ കുറിച്ചിട്ട് ഇപ്പോൾ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത്. ഇതിന് പ്രധാന കാര്യം എന്ന് പറയുന്നത് സെൽഫ് ക്യൂറിംഗ് എന്ന് പറയുന്നതാണ്. ഏകദേശം 15,000 ലിറ്റർ വരെയാണ് നമ്മൾ സാധാരണ ഒരു ഭിത്തി ക്യൂർ ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നതെന്നാണ് കണക്ക്. വെള്ളം കൂടുതൽ ഉപയോഗിക്കുന്നത് കുറയ്ക്കാം എന്നുള്ളതാണ് ഈ പറയുന്ന എക്കോപ്ലാസ്റ്റ് കൊണ്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗുണമായിട്ട് കമ്പനി അവകാശപ്പെടുന്നത്. ഇതുപോലുള്ളൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.